റിയോ ഡി ജനീറോയുടെ ആകാശത്ത് വീണ്ടും ആ നീലപ്പൊട്ടുകളും മഞ്ഞ വെളിച്ചവും തെളിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 200 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് റിയോയുടെ സ്വന്തം മഞ്ഞയും നീലയും കലർന്ന മക്കാവോകൾ തങ്ങളുടെ മണ്ണിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. 1818 അവസാനമായി കണ്ട ഈ പക്ഷികൾ പിന്നീട് വനനശീകരണവും വേട്ടയാടലും മൂലം നഗരത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ മാഞ്ഞുപോയിരുന്നു. ഇന്ന് കോൺക്രീറ്റ് കാടുകൾക്കിടയിലെ പച്ചപ്പായ ടിജുക്കെ നാഷണൽ പാർക്കിലേക്ക് ഈ വർണ്ണപ്പക്ഷികൾ ചിറകടിച്ചുയരുമ്പോൾ അത് കേവലം ഒരു കാഴ്ചയല്ല, മറിച്ച് റിയോയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരുത്തലാണ്. നഷ്ടപ്പെട്ടു പോയ ആവാസ വ്യവസ്ഥയെ തിരിച്ചു പിടിക്കുവാനുള്ള റഫൗണ പദ്ധതിയുടെ ഭാഗമായാണ് ഈ വിസ്മയ പക്ഷികളെ കാട്ടിലേക്ക് തുറന്നുവിട്ടത്. ഫെർണാണ്ട, സെൽട്ടൺ, ഫാത്തിമ, സുയേലി എന്നിങ്ങനെ കൗതുകകരമായ പേരുകളുള്ള 4 മക്കാവകളാണ് ഇപ്പോൾ കാടിന്റെ മക്കളായി മാറിയിരിക്കുന്നത്. മാസങ്ങളോളം നീണ്ട കഠിനമായ പരിശീലനത്തിന് ശേഷമാണ് ഇവരെ സ്വതന്ത്രരാക്കിയിരിക്കുന്നത്. കൂട്ടിൽ കഴിഞ്ഞിരുന്ന ഇവരെ പറക്കാൻ പഠിപ്പിച്ചും കാട്ടുപഴങ്ങൾ തിരിച്ചറിയാൻ പരിശീലിപ്പിച്ചും ഗവേഷകർ കാടിന് പ്രാപ്തരാക്കി. ശൂന്യമായ വന സിൻഡ്രോം ബാധിച്ച ടിജുക്കയിലെ മരങ്ങളിൽ വിത്തുകൾ വിതറാനും വനം സ്വാഭാവികമായി വളരാനും ഈ മക്കാവകളുടെ സാന്നിധ്യം ഇനി അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ഇവരുടെ മടങ്ങിവരവ് അത്ര എളുപ്പമല്ല. വന്യജീവി കടത്തുകാരും സന്ദർശകർ നൽകുന്ന ഭക്ഷണവും ഇവരുടെ അതിജീവനത്തിന് ഭീഷണിയാകുന്നുണ്ട്. എങ്കിലും വരും വർഷങ്ങളിൽ 50ഓളം മക്കാവകളെ കൂടി ഇവിടെ എത്തിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ പ്രകൃതി അതിന്റെ നിറങ്ങൾ തിരിച്ചു പിടിക്കുന്നത് കാണാൻ എന്തു മനോഹരമാണ്. വംശനാശത്തിന്റെ വക്കിൽ നിന്ന് ഒരു ജീവിവർഗത്തെ തിരികെ കൊണ്ടുവരുന്നത് മനുഷ്യർ പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രായശ്ചിത്തമാണ്. റിയോയുടെ ആകാശത്ത് ഇനി എവിടെ നോക്കിയാലും ഈ പറക്കും രത്നങ്ങളെ കാണാൻ കഴിയുന്ന ആ ദിനങ്ങളിലേക്ക് ലോകം കാത്തിരിക്കുന്നു. പ്രകൃതി അതിന്റെ സംഗീതം വീണ്ടെടുക്കട്ടെ.